പറയുന്നു നമുക്ക് ഗതി ചെയ്യാനല്ല മറ്റൊരു മാർഗവുമില്ല. എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വസതിയിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉടക്കാനായി തീരുമാനിച്ചിട്ടുണ്ടോ? തൽക്കാലം ഉടക്കാനുള്ളൊരു തീരുമാനമൊന്നുമില്ല. പക്ഷേ ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജയറാം രമേശ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയായ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലാണ്. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഇവിടെയാണ് നടന്നത്. അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി വന്ന് ഖർഗെയെ കണ്ട് മടങ്ങിയത്. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹവും എത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇന്നിവിടെ നടക്കുന്ന കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. ഏത് നിമിഷവും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ച് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീസിലൂടെ ഇക്കാര്യം അറിയിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഈ കഴിഞ്ഞ 10 ദിവസമായി ഈ കാത്തിരിപ്പിൽ തന്നെയാണ്. മണിക്കൂറുകളോളം കമ്മ്യൂണിക്കേഷൻ വിഭാഗം ജനറൽ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ മാധ്യമ വിഭാഗം മേധാവിയാണ്. അപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണോ ജയറാം രമേശ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്? അതോ പ്രഖ്യാപനം ഏത് രീതിയിൽ ആവണം എന്ന ആലോചനയ്ക്കാണോ? എന്തായാലും ജയറാം രമേശിന്റെ ഈ സമയത്തെ വരവ് വെറുമല്ല. രാഹുൽ ഗാന്ധി എ കെ ആന്റണിയുമായി സംസാരിച്ച് ചർച്ച ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. എ കെ ആന്റണി ഇതിനകത്ത് കൃത്യമായ അഭിപ്രായം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഭരണത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പം അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചില ഏതാണ് ഉറപ്പിക്കാതെ പറയുമെങ്കിലും ഇപ്പൊ ഉറപ്പിച്ച് തന്നെ പറയുന്നു 90കളുടെ തുടക്കത്തിൽ, അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായവും രാഹുൽ ഗാന്ധി തേടിയിട്ടുണ്ട്. ഏതാണ്ടൊരു തീരുമാനം ഡൽഹിയിൽ ആയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപേ, സ്വാമി ഇനി ഉടയിച്ചിട്ടില്ല. SKN കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏതാണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം AICCയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചുമതലയുള്ള ജയറാം രമേശ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലുണ്ട്. AICC വാർത്താക്കുറിപ്പിലൂടെ ആയിരിക്കും ഈ തീരുമാനം അറിയിക്കുക. അല്ലെങ്കിൽ AICCയുടെ മാധ്യമ വിഭാഗം ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തീരുമാനം അറിയിക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത്. തീരുമാനം ഏതാണ്ട് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന വരുന്നുണ്ട്. ഇനി കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ ഇക്കാര്യം അറിയിക്കുക എന്നത് ഒരു ഔപചാരികമായ ചടങ്ങ് മാത്രമായിരിക്കും. പക്ഷേ ആരാണ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുള്ളത് എന്നത് ഇനി വാർത്താക്കുറിപ്പ് വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിൻ്റെ നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. എ കെ ആന്റണിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. എ കെ ആന്റണി തൻ്റെ അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ, രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എ കെ ആന്റണിയുടെ അഭിപ്രായം തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എ കെ ആന്റണിയുടെ കൂടി അഭിപ്രായം, സംസ്ഥാനത്തെ ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം, ഇതിൽ മുസ്ലിം ലീഗ് വ്യക്തമായ നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നതാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. UDFിലെ മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഹൈക്കമാൻഡിനെ അറിയിച്ചത് MLA-മാരിൽ നിന്നാകണം ഈ മുഖ്യമന്ത്രി എന്നാണ്. ഉപതെരഞ്ഞെടുപ്പ് നടത്തി ഒരു പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കരുത്, ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ വിജയിക്കുമെന്ന് ഉറപ്പില്ല എന്നാണ് ജോസഫ് വിഭാഗം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. RSP, UDFിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ RSPയും VD സതീശന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ നിരീക്ഷകർ, നേരത്തെ ഹൈക്കമാൻഡ് നിരീക്ഷകരായി കേരളത്തിലേക്ക് എത്തിയ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും സംസ്ഥാനത്ത് നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ നിരീക്ഷകർ പല സ്ഥലങ്ങളിലും കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കൂടി നൽകിയിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അത് കേരളത്തിലെ പൊതുവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ അവർ അതാതു ദിവസം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുമായിരുന്നു. അങ്ങനെ അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ തീരുമാനം ആരാണ് എന്നത് മാത്രമേ ഇപ്പോൾ അറിയാനുള്ളൂ. കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ജയറാം രമേശ്, AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം വാർത്താക്കുറിപ്പായി കേരളത്തിലെ തീരുമാനം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം പുറത്തു വരുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.